നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് മേഖലയിൽ ഉന്നത ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള 2026 വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ രാജ്യത്തെ വിവിധ സർക്കിളുകളിലായി ആകെ 650 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ബാങ്കിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്ക് ഫെബ്രുവരി 16 മുതൽ മാർച്ച് 8 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഏപ്രിലിൽ പ്രിലിമിനറി പരീക്ഷയും ജൂണിൽ മെയിൻ പരീക്ഷയും നടത്താനാണ് നിലവിൽ RBI തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലന്വേഷകർക്ക് സ്ഥിരതയുള്ള കരിയറും മികച്ച ശമ്പള ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് ഈ റിക്രൂട്ട്മെന്റ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും കുറഞ്ഞത് 50% മാർക്കോടെ ബിരുദം നേടിയിരിക്കണം. SC/ST ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ബിരുദ പരീക്ഷയിൽ പാസ് മാർക്ക് മാത്രം മതിയാകും. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ കമ്പ്യൂട്ടറിൽ പ്രാഥമിക അറിവും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. എന്നിരുന്നാലും സംവരണ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് സർക്കാർ നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭ്യമാകും. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ മലയാളം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം തെളിയിക്കേണ്ടതുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും 2 ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആദ്യഘട്ടമായ പ്രിലിമിനറി പരീക്ഷയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എന്നീ വിഷയങ്ങളിൽ നിന്നായി 100 ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിൽ വിജയിക്കുന്നവർക്ക് മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും. മെയിൻ പരീക്ഷയിൽ പൊതുവിജ്ഞാനവും കമ്പ്യൂട്ടർ അറിവും ഉൾപ്പെടെ 200 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഈ 2 ഘട്ടങ്ങളിലും തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ബാധകമാണ്. പരീക്ഷകൾക്ക് ശേഷം മെറിറ്റ് ലിസ്റ്റിൽ വരുന്നവർക്ക് തങ്ങളുടെ പ്രാദേശിക ഭാഷാ പ്രാവീണ്യം പരിശോധിക്കുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കൂടി കടന്നുകൂടിയാലാണ് ജോലി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. റിസർവ് ബാങ്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ ശമ്പള പാക്കേജാണ് ലഭിക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം 45,050 രൂപയോളം പ്രതിമാസം ആരംഭത്തിൽ തന്നെ ലഭിക്കും. അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ RBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.rbi.org.in വഴി മാർച്ച് 8 മുൻപായി അപേക്ഷകർ സമർപ്പിക്കേണ്ടതാണ്. ജനറൽ OBC വിഭാഗക്കാർക്ക് 450 രൂപയും SC/ST വിഭാഗക്കാർക്ക് 50 രൂപയുമാണ് അപേക്ഷാ ഫീസ്. വളരെ മത്സരം നേരിടുന്ന ഒരു പരീക്ഷയായതിനാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ വേണം പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് ശ്രമിക്കുന്നവർക്ക് വിജയസാധ്യത വർദ്ധിപ്പിക്കാനുമാകും. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.